ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഒരു എന്താ പ്രൊമോഷനിൽ ഞങ്ങളുടെ വിഷ്ണു ചേട്ടൻ, ഞങ്ങളുടെ ഡയറക്ടർ സാറ് പറഞ്ഞതുപോലെ പ്രണയിക്കാത്തവരും പ്രണയിച്ചിട്ടില്ലാത്തവരും അതിൻ്റെ പെയിൻ അറിയാത്തവരും ഒക്കെ വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രമായിരിക്കും. സോ അവർക്ക് എന്തായാലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ് മൂവി തന്നെയായിരിക്കും. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അറിയാം, ഓണക്കാലമാണ്. ഓണത്തിനിറങ്ങിയ എല്ലാ പടങ്ങളും നിങ്ങൾ രണ്ട് കൈകളും നീട്ടിയിട്ടാണ് സ്വീകരിച്ചിട്ടുള്ളത്. എല്ലാ മൂവീസും ഹൗസ്ഫുള്ളായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങളുടെ കഥ ഇന്ന് വരെയും കൂടി സ്വീകരിക്കുക, സപ്പോർട്ട് ചെയ്യുക. കഥാപാത്രത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ചെയ്തൊരു കഥാപാത്രമാണ് ഇതിലുള്ളത്. കാരണം വെച്ചാൽ ഒരു പ്രണയം പറയുക, അത് ഫീൽ ചെയ്യുക എന്നുള്ള ജോണർ കൈൻഡ് ഓഫ് സാധനം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. കുറേ മൂവീസ് ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഭാര്യ കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരാളുടെ ഇഷ്ടം കേൾക്കുക, പ്രകടിപ്പിക്കുക എന്നുള്ള സീൻസ് ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കിത് പുതുമയുള്ളൊരു കാര്യമായിരുന്നു. സ്ക്രീനിൽ അതെങ്ങനെ വരും എന്നുള്ളത് കാണാൻ ഞാൻ കുറച്ച് എക്സൈറ്റഡ് തന്നെ ആയിരുന്നു. അപ്പം അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ സീൻസൊക്കെ ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്കും ഈ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഇനി കാണുന്നവർക്കും അത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെത് മാത്രമല്ല, അനുവിൻ്റെയും നിഖിലയുടെയും പോർഷൻസ്, ദേവിക ചേച്ചിയുടെയും ടീച്ചറിൻ്റെയും പോർഷൻസ്, രഞ്ജി പണിക്കർ സാറിൻ്റെ പെർഫോമൻസ്, സിദ്ദിഖിൻ്റെ ആ ഒരു ചെറിയൊരു സീനുണ്ട്. അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഒരുമിച്ചാണ് കണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കുറേ സീൻസൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ചർച്ച ചെയ്യപ്പെടുമോ എന്നുള്ളത്, അല്ലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് നമ്മൾ ഏതൊരു ക്യാരക്ടർ ചെയ്യുമ്പോഴും ആഗ്രഹിക്കുന്നതാണ്. അപ്പം അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. നമ്മുടെ കഥാപാത്രം നല്ല രസമുണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കേൾക്കണം എന്ന് നമുക്ക് എപ്പോഴും എന്തായാലും പേഴ്സണലി ആഗ്രഹം ഉണ്ടാവും. എൻ്റെ മാത്രമല്ല, എല്ലാവരുടെയും ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ട് ആൾക്കാർ പറയണം, നമ്മുടെ ക്യാരക്ടറിനെ പറ്റിയിട്ടും പറയണം എന്നത് എപ്പോഴും ഉള്ളത് പോലത്തെ ആഗ്രഹം അങ്ങനെയൊന്നുമില്ല. സിനിമയായിട്ട് കാണാൻ കഴിയുന്ന പ്രേക്ഷകരാണ് ഇത്. അങ്ങനെ നമ്മൾ വിവാദപരമായിട്ട് പലതും ചിന്തിക്കുകയാണെങ്കിൽ ഒരു സിനിമയും ചിലപ്പോൾ ഉണ്ടാവണം എന്നില്ല. അപ്പം സിനിമയുടെ ഫാക്റ്റായിട്ട് മാത്രം കാണും. അല്ലാണ്ട് വിവാദം ഉണ്ടാക്കാനുള്ള ഒന്നും ഇതിനകത്തില്ല. ആരും ഉണ്ടാക്കുകയും ചെയ്യും.